السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. മജ്ലിസുൽ ഉലമയിലെ ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, മുഹിബ്ബീങ്ങളെ, ശറഫുൽ അനാം മൗലിദിന്റെ പാർട്ട് 10 വവഅത്തിൽ ഹബീബ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമിന ബീവി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചു. മുഹമ്മദൻ എന്ന് ഫത്ഹുസ് സമദിന്റെയോ ബുലൂഗുൽ മറാമിന്റെയോ നുസ്ഖയിൽ ഇല്ല. മൗലിദിന്റെ പല നുസ്ഖകളിലും കാണുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതവസ്ഥയിലാണ് പ്രസവിച്ചത് റസൂലുള്ളാഹിനെ? വഹുവ ആ റസൂലുള്ളാഹ് മുകഹ്ഹലുൽ ഉയൂനി, കണ്ണുകൾ സുർമ ഇടപ്പെട്ടതാണ്. മഖ്തൂഉസ് സുല്ലി, പൊക്കിൾ കൊടി മുറിക്കപ്പെട്ടവരാണ്. സുറ് എന്ന് പറഞ്ഞാൽ പൊക്കിൾ കൊടിയാണ്. സുറത്ത് എന്ന് പറഞ്ഞാൽ പൊക്കിൾ കൊടി മുറിക്കപ്പെട്ട സ്ഥലം എന്നാണ്. ഇവിടെ സുറാണ്, പൊക്കിൾ കൊടി മുറിക്കപ്പെട്ടവരായി. മഖ്തൂനുൻ, ചേലാകർമ്മം ചെയ്യപ്പെട്ടവരുമായി. ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി പ്രസവിക്കപ്പെട്ടു എന്നുള്ളതിന്റെ വിശദീകരണം കുറെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഖദതുഹുൽ മലായികത്തു, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മലക്കുകൾ എടുത്തു. അങ്ങനെ ഫതാഫു ബിഹി, ആ ഹബീബ് തങ്ങളെ കൊണ്ട് അവർ ചുറ്റി സഞ്ചരിച്ചു. ഫീ ജമീഇൽ അഖ്താരി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. വഅറഫു ബിഹി, മശാരിഖ് മഗാരിബിൽ ഒന്നായിട്ട് സഞ്ചരിച്ചു എന്നർത്ഥം. വഅറഫു ബിഹി, ആ റസൂലുള്ളാഹിനെ കൊണ്ട് അവര് അറിയിപ്പ് നൽകി, അറിയിച്ചു കൊടുത്തു. അഹിരസ്സമാവാത്തി വൽ അർളി, പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് അർത്ഥം. ആകാശഭൂമികളിലുള്ള ആളുകൾക്ക്, വൽ ബിഹാരി, ബഹറുകളിലുള്ളവർക്കൊക്കെ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അവർ പരിചയപ്പെടുത്തി കൊടുത്തു. വറജഉ, ആ മലക്കുകൾ മടങ്ങുകയും ചെയ്തു. ബിൽ മുഫദ്ദലി, ആ ശ്രേഷ്ഠമാക്കപ്പെട്ട നബി തങ്ങളെയും കൊണ്ട്. അലൽ കൗനൈനി, സകല ലോകരേക്കാണെയും ശ്രേഷ്ഠമാക്കപ്പെട്ടവരെ കൊണ്ട്. ഇലാ ഉമ്മിഹി, തന്റെ ഉമ്മയെ കൊള്ള. ആമിനത്ത, അതായത് ആമിന ബീവിയെ കൊള്ള. ഫി അസ്റഅ മിൻ തർഫത്തി ഐനി, ഫി അസ്റഇ എന്നല്ല, ഫി അസ്റഅ മിൻ തർഫത്തി ഐനി, കണ്ണ് വെട്ടിമിഴിക്കുന്നതിനേക്കാൾ വേഗതയിലായിട്ടാണ് ഇതൊക്കെ നടന്നത്. ഖഫഖത്ത് ഫിൽ അക്വാനി, അങ്ങനെ ഈ ലോകത്തിൽ ശബ്ദിച്ചു. അഅ്ലാമു ഉലൂമിഹി, നബിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാകുന്ന ആ പതാകകൾ ലോകത്താകമാനം നബിയുടെ വരവറിയിച്ചുകൊണ്ട് ശബ്ദിച്ചു, വിളംബരം ചെയ്തു. ഇനി ഖഫഖത്ത് എന്നുള്ളതിന് സവ്വത്തത്ത് എന്ന അർത്ഥം കൂടാതെ ലഹറത്ത്, വെളിവായി, അങ്ങനെ അർത്ഥം ബുലൂഗുൽ മറാമിൽ കൊടുത്തിട്ടുണ്ട്. ഫിൽ അക്വാനി അഅ്ലാമു ഉലൂമിഹി, അവിടുത്തെ വരവിനെ സംബന്ധിച്ചുള്ള വർത്തമാനങ്ങളുടെ പതാകകൾ. ഇവിടെ ഈ അഖ്ബാർ അതിനെ
റായാത്ത് കൊടികളോട് സാദൃശ്യമാക്കപ്പെട്ടിരിക്കുകയാണ് വളരെ വ്യക്തതയുടെ വിഷയത്തിൽ. അപ്പോ വളരെ വ്യക്തമായ വിവരണം, ഒരു പതാക നാട്ടിയാൽ അതുകൊണ്ടുള്ള എന്തിനു വേണ്ടി നാട്ടപ്പെട്ടുവോ അതിന്റെ മേൽ എത്രത്തോളം വ്യക്തമായി അറിയിക്കുമോ ആ വിഷയത്തിൽ. അപ്പോൾ ഈ വർത്തമാനങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് തന്നെ ശബ്ദിച്ചു വിളംബരം ചെയ്തു. ദുഃഖത്തിൽ ബശായിറു ലിഖുദൂമിഹി, അവിടുത്തെ ഈ വരവിനോട് അനുബന്ധമായിട്ടുള്ള സന്തോഷവാർത്ത അറിയിക്കലുകൾ അധികരിച്ചു. ദുഃഖത്ത് എന്നുള്ളത് മജ്ഹൂലിന്റെ പദമാണ്. അവിടെ ഐ കസുറത്ത് എന്നാണ് അർത്ഥം, അധികരിച്ചു. അപ്പോ ഫകഅന്നൽ ബിശാറത ലികസിറതിഹാ ശൈഉൻ മദ്ഖൂഖുൻ, ഈ സന്തോഷവാർത്ത അറിയിക്കൽ അത് ധാരാളം നബിയുടെ ആഗമനത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വസ്തുവിനെ പൊടിക്കപ്പെട്ടാൽ ആ വസ്തു എത്രത്തോളം അധികമാവുമോ അത്രത്തോളം ഈ സന്തോഷവാർത്ത അറിയിക്കൽ അധികമായിട്ടുണ്ട് എന്ന നിലക്കാണ് കസുറത്ത് എന്ന അർത്ഥം ദുഃഖത്തിന് നൽകിയിട്ടുള്ളത്. കാരണം അള്ളാഹുവിന്റെ കഴിഞ്ഞുപോയ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സന്തോഷവാർത്ത അറിയിക്കലുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല നാവുകളിലായിട്ട് വന്നിട്ടുണ്ട്. ജിന്നുകൾ വിളംബരം ചെയ്തിട്ടുണ്ട്. ഈ മറ്റു ഗണിതക്കാരായ ആളുകൾ വിളംബരം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല നിലക്കും. ജാഅൽ ഹന, ആനന്ദം വന്നു, സന്തോഷം വന്നു. സാലൽ അന, മശഖത്ത് നീങ്ങി, പ്രയാസം നീങ്ങി. ഹസലൽ ഗിന, ഐശ്വര്യം കരസ്ഥമായി. നിൽനൽ മുന, ആഗ്രഹങ്ങളെ നാം എത്തിച്ചു. താപത്തിൽ ഖുലൂബ്, ഹൃദയങ്ങളൊക്കെ സംതൃപ്തരായി, സന്തോഷമുള്ളവരായി. ഉസിറത്തുൽ ദുനൂബ്, ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു. സുത്തിറത്തുൽ ഉയൂബ്, ന്യൂനതകളൊക്കെ മറക്കപ്പെട്ടു. കുശിഫത്തിൽ കുറൂബ്, പ്രയാസങ്ങളെയൊക്കെ തുറസാക്കപ്പെട്ടു, ഇല്ലാതെയാക്കപ്പെട്ടു. ബിലിഖാഇ സയ്യിദിന മുഹമ്മദിനിൽ ഹബീബിൽ മഹ്ബൂബ്, സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം കാരണമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഇതെല്ലാം ഈ റസൂലുള്ളാഹിന്റെ ഈ ആഗമനമാണ്, അവിടുത്തെ കാണലോടുകൂടെയാണ്. ഹസലൽ ഖസ്തു വൽ മുറാദു വസഫൽ വഖ്തു വൽ വിദാദു, ഉദ്ദേശവും ലക്ഷ്യവും കരസ്ഥമായി. അതുപോലെ തന്നെ സ്നേഹവും അവിടുത്തെ ആ വരവിന്റെ ആ സമയവും തെളിഞ്ഞു. വബിറുഇയ മുഹമ്മദിൻ, മുഹമ്മദ് നബിയെ കാണൽ കൊണ്ട് ഫരിഹത്ത് അൻഫുസുൽ ഇബാദ്, അടിമകളുടെ ഹൃദയങ്ങളൊക്കെ സന്തോഷപുളകിതമാവുകയും ചെയ്തു. റമഖത്ത് ആമിനത്തു സയ്യിദന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആമിന ബീവി നമ്മുടെ നേതാവ് മുഹമ്മദ് നബിയെ ബിൽ ബസരി, കണ്ണുകൊണ്ട് നോക്കി, വളരെ ശ്രദ്ധാപൂർവം നോക്കി. ഫഇദാ, ആ സമയത്ത് ഫറഖുഹു, ഫറഖുഹു എന്നുള്ളതിന് ജസദുഹു എന്നൊരർത്ഥം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ശരീരം, കസ്സുബിഹി, ആ ശരീരത്തിന്റെ പ്രകാശം, കസ്സുബിഹി ഇദാ അസ്ഫറ,
പ്രഭാതം പോലെയാണ് ഇത് അസ്ഫറ, അത് നല്ലവണ്ണം പുലർന്നാൽ ഉള്ള, അതിങ്ങനെ പ്രകാശിക്കുമ്പോഴുള്ള ആ അവസ്ഥയിലാണ്. ഫർഖുഹു എന്നുള്ളതിന് മറ്റൊരർത്ഥം മുടി ചീകിയാലുള്ള ആ ചാല്. അപ്പോ ആ ചാലിന്റെ പ്രകാശം അത് സുബിഹി പോലെയാണ്, പ്രഭാതം പോലെയാണ്. അത് നല്ലവണ്ണം പുലർന്നാൽ എപ്രകാരം തിളങ്ങുമോ ആ രീതിയിൽ. ഷഅറുഹു അവിടുത്തെ മുടി കല്ലൈലി രാത്രി പോലെയാണ്. ഇദാ സജ ആ രാത്രി ഇരുട്ടുമുറ്റിയതാവുമ്പോൾ, ഇരുട്ടുകൊണ്ട് ആ രാത്രിയെ മറക്കപ്പെട്ടാൽ അപ്പോൾ എത്രത്തോളം കറുപ്പുണ്ടാവുമോ ആ രീതിയിലാണ്. അത്രയും കറുപ്പുണ്ട് തലമുടിക്ക്, കറുത്തിലുണ്ട് തലമുടി. വാഴ്ത്തക്കറ ആ രാത്രിയുടെ കറുപ്പ് ശക്തമാവുകയും ചെയ്തു. ഇതാ സജ വാഴ്ത്തക്കർ. വവജ്ഹുഹു അവിടുത്തെ മുഖം അദ്വഉ മിന ശംസി വഅൻവർ സൂര്യനേക്കാൾ പ്രഭ നിറഞ്ഞതാണ്, പ്രകാശം മുറ്റിയതാണ്. അമാ സമീഅത നീ കേട്ടിട്ടില്ലേ, കൈഫൻ ശഖ്ഖ ലഹുൽ ഖമറു അവിടത്തേക്ക് വേണ്ടി ചന്ദ്രൻ എങ്ങനെയാണ് പിളർന്നത് എന്ന കാര്യം നീ കേട്ടിട്ടില്ലേ, അറിഞ്ഞിട്ടില്ലേ? അസജുൽ ഹാജിബൈൻ അവിടുത്തെ പുരികം നീളമുള്ളതാണ്, നേർത്ത് വളഞ്ഞത്. അക്ഹലുൽ ഐനൈനി രണ്ടു കണ്ണുകൾ വളരെ നന്നായി സുർമ ഇടപെട്ടവരാണ്. അഖ്നൽ അൻഫി മൂക്കുകൾ രണ്ടും വളഞ്ഞ മനോഹരമായ മൂക്കാണ്. മുഅ്തദിലഹു അല അഹ്സനി സിഫാത്തി എന്നർത്ഥം. ആ മൂക്കിന്റെ ഏറ്റവും നല്ല വിശേഷണത്തിൽ വളരെ ചൊവ്വായ രീതിയിൽ. തവീലഹു മഅ ഇർതിഫാഇൻ ഫീ വസ്തിഹി വലഹു നൂറുൻ യഅലൂഹു നീണ്ട മൂക്കാണ്, അതിന്റെ നടുഭാഗത്തിൽ ഒരു ഉയർച്ചയുണ്ട്, ഉന്നതമായ ഒരു പ്രകാശവും അതിനെ മേൽക്ക് നിൽക്കുന്ന ഒരു പ്രകാശവും ആ മൂക്കിനുണ്ട്. ദഖീഖുശ് ശഫത്തൈൻ തന്റെ രണ്ട് ചുണ്ടുകൾ മിനുസമുള്ള രണ്ട് ചുണ്ടുകളാണ്, അധരങ്ങൾ. കഅന്നമാ യതബസ്സമു നിശ്ചയം അവർ പുഞ്ചിരിക്കുന്നു. അന്നളീദി ദുറരി നിരനിരയായി അടക്കി വെച്ച മുത്തുകളെ തൊട്ട് എന്ന് പറഞ്ഞാൽ മുത്തുകളെ പോലെയാണ് അവിടുത്തെ ഈ പല്ലുകൾ. സിഫത്തിന് മൗസൂഫിലേക്ക് ഇളാഫത്താണ് ഇവിടെ അൻനളീദി ദുററി എന്നുള്ളവർക്ക്. അതിന്റെ അർത്ഥം അപ്പോ ഐ അനി ദുററിൽ മൻദൂദത്തി ഐ അല്ലത്തി ജുഇല ബഅ്ദുഹ ഫൗക ബഅ്ദിൻ ആ പല്ലുകളെ ഒന്നിന്റെ മേലെയായി ഒന്നിനെ നിരനിരയായി വെച്ചു. വദാലിക ലിസഫായി ബയാദി അസ്നാനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പല്ലുകളുടെ ആ തെളിഞ്ഞ വെളുപ്പാണ് അതിന് കാരണം. ഫയദ്ഹറു മിൻഹാ ലംആനുൻ കൽബർഖിൽ ലാമിഇ ആ പല്ലുകളിൽ നിന്ന് പ്രകാശം ലംഘി വരും എന്നാണ്. ഉനുഖുഹു അവിടത്തെ കഴുത്ത് കഅന്നഹു നിശ്ചയം അത്
ഇബിരീഖു ഫിളത്തിൻ വെള്ളിയുടെ വാൾ പോലെയാണ് തിളങ്ങുന്നത്. എത്രത്തിൽ? വഖദ് ഫാഖ നിശ്ചയം അവിടുത്തെ കഴുത്ത് മേലെയായിരിക്കുന്നു അലാ ജീദിൽ ഗസാലി മാൻപേടയുടെ കഴുത്തിനേക്കാൾ മേലെയായിരിക്കുന്നു, വർദ്ധിച്ചിരിക്കുന്നു. വഖദ്ദുഹു അർശഖു അവിടുത്തെ ശരീരവടിവ്, അർശഖു അത് വളരെ മൃദുലമായതാണ്, മിനൽ ഖുസ്നി റത്തീബി ഒരു പച്ച മരക്കൊമ്പിനേക്കാൾ വളരെ മൃദുലമായതാണ്, ഒരു പച്ച ചീളിനേക്കാൾ മൃദുലമായതാണ്. അഖഫു വാല്യനും. ഇദാ ഖതറ ബൈന കതിഫൈഹി ഖാതുമുൻ നുബുവ്വത്തി അവിടുന്ന് ഇളകിയാൽ അവിടുത്തെ രണ്ട് ചുമലുകൾക്കിടയിൽ ആ ഖാതുമുൻ നുബുവ്വത്തിന്റെ പ്രവാചകത്വ മുദ്ര കാണപ്പെടുമായിരുന്നു. ഫയാ ഫൗസ മൻ ആയനഹു വനള ഫയാ ഫൗസ എന്നുള്ളിടത്ത് ഫയാ സഅദ മൻ അങ്ങനെയുണ്ട്. അവിടത്തെ കണ്ട ഒരുത്തന്റെ വിജയമേ, വനളറ അവിടത്തെ നോക്കുകയും കാണുകയും ചെയ്ത ഒരുത്തന്റെ വിജയമേ. ഫഹാദിഹി അപ്പൊ ഈ പറയപ്പെട്ടതെല്ലാം ഖിത്അത്തുൻ മിൻ ബഅദി ഔസാഫി ജമാലിഹി അവിടത്തെ അഴകാർന്ന വിശേഷണങ്ങളിൽ നിന്ന് ചിലതിൽ നിന്നുള്ള ഒരു അല്പമാണ്. വമ്മാ കുല്ലു കമാലിഹി അപ്പോ അവിടുത്തെ ആ അഴകാർന്ന വിശേഷണങ്ങളുടെ പൂർണ്ണത മുഴുവനും ഫലാ യുഹദ്ദു അതിനെ ലിവാസിഫിൻ വലാ യുഹ്സർ ഒരു വർണ്ണിക്കാനൊന്നും കഴിയില്ല, നിർണയിക്കാനോ ക്ലിപ്തപ്പെടുത്താനോ ഒരു വിശേഷണം പറയുന്നവർക്കും ക്ലിപ്തമാക്കപ്പെടുകയില്ല, പരിധി നിർണയിക്കപ്പെടാനും കഴിയുകയില്ല. ഫഹാദിഹി ഖിത്അത്തും മിൻ ബഅദി ഔസാഫി ജമാലിഹി എന്നുള്ളിടത്ത് ഇവിടെ ഈ പറഞ്ഞത് ഖിത്അത്താണ് എന്ന് പറഞ്ഞാൽ തന്നെ ബഅദുൻ എന്നാണ് അർത്ഥം ഖിത്അത്തിന്. അപ്പോ അവിടുത്തെ വിശേഷണങ്ങളിൽ നിന്ന് അല്പമാണ്. പിന്നെ അവിടെ ഒരു മിൻ ബഅദി എന്നുള്ളതിന്റെ ഒരു ആവശ്യം ഇല്ല. ചില നുസ്ഖകളിൽ അവിടെ ബഅദ് ഇല്ല താനും. ആ ബഅദ് ഇല്ലാതെ ഉള്ള അർത്ഥമായിരിക്കും കൂടുതൽ നന്നാവുക. ഫൈദാ ഫർഖുഹു എന്ന് പറഞ്ഞുകൊടുത്ത് റാഇന് സുക്കൂനാവുമ്പോൾ അതിന്റെ അർത്ഥം തലമുടി ചീകിയാലുണ്ടാവുന്ന ആ വര. ഫറഖുഹു എന്നാവുമ്പോ പ്രകാശം എന്നും. ഇങ്ങനെ വ്യത്യാസം ഉണ്ട് റാക്ക് ഫത്ഹ ചെയ്യുമ്പോഴും സുക്കൂൻ ചെയ്യുമ്പോഴും. ബുലുഗുൽ മറാമില് ജസദ് എന്ന അർത്ഥം നൽകി കാണുകയും ചെയ്യുന്നുണ്ട്. ഫീ മിസ്ലി ഹുസ്നിക യാ അഷ്റഫൽ ഖൽഖ് അഷ്റഫുൽ ഖൽഖായ തങ്ങളെ അവിടത്തെ ഭംഗിയിൽ തുഅ്ദറുൽ ഉശാഖു ആശിഖീങ്ങളുടെ ഉദ്റുകളെയെല്ലാം സ്വീകരിക്കപ്പെടും. യുഖ്ബലു
ഉദ്റുൽ ആശിഖീന ഇൻദ കുല്ലി അഹദിൻ. ആശിഖീങ്ങളുടെ ഉദ്റിനെ ഓരോരുത്തരുടെ അരികിലും സ്വീകരിക്കപ്പെടും. അവിടുത്തെ ആ അതുല്യമായ സൗന്ദര്യത്തിൽ മതിമറന്ന് ആരെങ്കിലും തങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിലവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല, അവർ മാപ്പ് അർഹിക്കുന്നവരാണ്. വതുമദ്ദു ഖാവിഅത്തൻ ലക്കൽ അഅനാഖു. തമുദ്ദു എന്നല്ല, തുമദ്ദു എന്നാണ്. വതുമദ്ദു ലക തങ്ങൾക്ക് നീട്ടപ്പെടുമല്ല അഅനാഖു പെരടികളെ, കഴുത്തിനെ നീട്ടപ്പെടും. ഖാവിഅത്തൻ ലക അവർ തന്നെ തങ്ങൾക്ക്, ആ പെരടികൾ തന്നെ തങ്ങൾക്ക് വഴിപ്പെടുന്നവരായ നിലയ്ക്ക്. അപ്പൊ വിനയത്തോടെ അവരുടെ പെരടികളെ, കഴുത്തുകളെ തങ്ങളിലേക്ക് നീട്ടുകയും ചെയ്യും. ഖദ് ഫാക ഹുസ്നുക ലിൽ ഉജൂദി ബി അസ്രിഹി. ഉജൂദ് എന്ന് പറഞ്ഞാൽ മൗജൂദാത്ത് മുഴുവത്തിനും, ബി അസ്രിഹി അജ്മഇഹി എന്നർത്ഥം. പടപ്പുകൾക്ക് മുഴുവത്തിനും അവിടുത്തെ ഭംഗി മേലെയായിട്ടുണ്ട്. എല്ലാ പടപ്പുകൾക്കും മേലെയാണ് അവിടുത്തെ ഭംഗി. ഹത്ത എന്ന് വെക്കുമ്പോൾ ഹത്ത എന്നുള്ള ഫാഇന്റെ മാനാക്ക് ബിനൂരിക്കൽ ആഫാഖു അവിടുത്തെ പ്രകാശം കൊണ്ട് ലോകം മുഴുവനും പ്രകാശിക്കും. അപ്പോ ലോകം മുഴുവൻ പ്രകാശിതമാവുന്ന രീതിയിൽ അവിടുത്തെ ഭംഗി വ്യാപകമായിട്ടുണ്ട്. തുമദ്ദു എന്നുള്ളതിനെ മജ്ഹൂലായിട്ടാണ് ഫത്ഹു സമദിലും ബുലൂഗുൽ മറാമിലും ഒക്കെ വബത്ത് ചെയ്തിട്ടുള്ളത്. ഹത്താ ലഖദ് ളാഅത് ബിഹിൽ ആഫാഖു എന്നാണ് ഹത്താ അല്ലാഹ ബിനൂരിക്കൽ ആഫാഖു എന്നുള്ളതിന്റെ സ്ഥാനത്ത് ചില നുസ്ഖകളിൽ ഉള്ളത്. ബുലൂഗുൽ മറാമിലൊക്കെ അങ്ങനെ കാണാം. ഹത്താ ലഖദ് ളാഅത് ബിഹിൽ ആഫാഖു എന്ന്. വറവാ മുഹമ്മദ് ബിനു സഈദ് അൻ ജമാഅത്തി മിൻ അഹ്ലിൽ ഇൽമി. ഇൽമിന്റെ അഹ്ലുകാരിൽ നിന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാരെ തൊട്ട് മുഹമ്മദ് ബിൻ സഈദ് എന്നവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതാ ഇബ്നു അബ്ബാസ് റഹ്മഹുമുല്ലാഹ് തുടങ്ങിയവരെ പോലത്തവരെ തൊട്ട് അന്ന ആമിനത നിശ്ചയം ആമിന ബീവി ലമ്മ ഹമലത്ത് ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ കൊണ്ട് ആമിന ബീവി ഗർഭം ധരിച്ചപ്പോ കാലത്ത് ആമിന ബീവി പറയാണ് ലഖദ് അലിഖ്തു ബിഹി. അലിഖ്തു എന്ന് പറഞ്ഞാല് ഹബൽത്തു എന്നർത്ഥം. ഹമൽത്തു ബിഹി റസൂലുള്ളാഹിനെ കൊണ്ട് ഞാൻ ഗർഭം ധരിച്ചു നിശ്ചയം. എന്നാൽ ഫമാ വജത്തു ലഹു ആ ഗർഭധാരണത്തിന്റെ കാരണമായി ഞാൻ എത്തിച്ചിട്ടില്ല മശഖത്തൻ വലാ തഅബൻ ഒരു പ്രയാസത്തെയും ബുദ്ധിമുട്ടിനെയും ഞാൻ എത്തിച്ചിട്ടില്ല. വ അന്നഹു നിശ്ചയം ആ റസൂലുള്ളാഹ് ലമ്മാ ഫുസില ആ റസൂലുള്ളാഹിനെ വേർപിരിക്കപ്പെട്ടപ്പോൾ ഫുസില എന്നുള്ളത് ബിൽ ബിനാഇ ലിൽ മഫ്ഊലി മജ്ഹൂലായിട്ടാണ് എന്ന് ഫത്ഹു സമദിൽ കാണാൻ കഴിയും. അപ്പോ റസൂലുള്ളാഹിനെ അൻഹ ആമിന ബീവിയെ തൊട്ട് വേർപിരിക്കപ്പെട്ടപ്പോൾ ഖറജ മഅഹു നൂറുൻ ആ റസൂലുള്ളാഹിനോട് കൂടെ ഒരു പ്രകാശം പുറപ്പെട്ടു. അല്ലാഹ ലഹു ഖുസൂർ ഷാമി ആ പ്രകാശത്തിന് കാരണമായിട്ട് ഷാമിലെ മാളികകൾ കൊത്തളങ്ങളൊക്കെയും പ്രകാശിച്ചു.
ചില നുസ്ഖയിൽ ഇവിടെ ലമ്മ ഫസല എന്നുണ്ട്. അങ്ങനെ ഫസല എന്ന് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോഴും വേർപിരിഞ്ഞു എന്നർത്ഥം വെക്കേണ്ടി വരും. അവാഅ ലഹു ഖുസൂറു ഷാമി എന്നുള്ളിടത്ത് അവാഅത്ത് ലഹു ഖുസൂറു ഷാമി എന്ന് ചില നുസ്ഖയിലുണ്ട്. ചിലയിൽ അവാഅ ലഹു ഖുസൂറു ഷാമി എന്നാണ്. ചില നുസ്ഖയിൽ അവാഅ ലഹു മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി എന്നാ ഉള്ളത്. ഖുസൂറു ഷാമി എന്നുള്ളത് ഒഴിവായിട്ട്. രണ്ടായാലും പ്രശ്നമൊന്നുമില്ല. വവഖഅ അലൽ അർളി മുഅ്തമിദൻ, റസൂലുള്ളാഹ് ഈ ഭൂമിയുടെ മേൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹ് പ്രസവിക്കപ്പെട്ടു. മുഅ്തമിദൻ അലാ യദൈഹി, രണ്ടു കൈയിന്റെ മേൽ ചാരണം കൊണ്ടവരായിട്ട്, രണ്ടു കൈയിന്റെ മേൽ ഊന്നിയിട്ട്. റാഫിഅൻ ബസറഹു ഇലസ്സമായി, കണ്ണ് ആകാശഭാഗത്തിലേക്ക് മേൽപോട്ട് ഉയർത്തിയവരായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസാദഹു ഫദ്ലൻ വശറഫൻ ലദൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസാദഹു. ഈ സല്ലല്ലാഹുവിന്റെ അടുക്കത്തുപോയിട്ട് അള്ളാഹു അവിടത്തേക്ക് ഫദ്ലിനെയും ഷറഫിനെയും അവന്റെ അരികിൽ അധികമാക്കുകയും ചെയ്യട്ടെ. وروى يزيد بن عبد الله بن وهب عن عمته എന്നവര് തന്റെ അമ്മത്തിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു. അന്ന ആമിനത്ത, ആമിന ബീവി ലമ്മാ വളഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ അവിടുന്ന് പ്രസവിച്ചപ്പോ അർസലത്ത് ഇലാ ജദ്ദിഹി അബ്ദുൽ മുത്തലിബ്, തന്റെ റസൂലുള്ളാഹിന്റെ വല്ലിപ്പയാവുന്ന അബ്ദുൽ മുത്തലിബിലേക്ക് ആളെ അയച്ചു. ഫജാഅഹു, അങ്ങനെ ആ അബ്ദുൽ മുത്തലിബിലേക്ക് വന്നു അൽ ബഷീറു, ഈ സന്തോഷവാർത്ത അറിയിക്കുന്നയാള്. എത്രത്തിൽ വഹുവ അബ്ദുൽ മുത്തലിബ് എന്നവർ ജാലിസുൻ ഇരിക്കുകയാണ് ഫിൽ ഹിജ്രി, ഹിജ്ർ ഇസ്മായിൽ, കഅബന്റെ അടുത്തുള്ള ഹിജ്ർ ഇസ്മായിലിൽ ഇരിക്കുകയാണ്. ഫഅഖ്ബറഹു, അങ്ങനെ ഈ ബഷീർ സന്തോഷവാർത്ത അറിയിക്കുന്നയാള് അബ്ദുൽ മുത്തലിബിനോട് വിവരം പറഞ്ഞു. അന്ന ആമിനത്ത വലദത്ത് ഗുലാമ, നിശ്ചയം ആമിന ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. ഫസുറ, അങ്ങനെ അബ്ദുൽ മുത്തലിബ് സന്തോഷിച്ചു. ബിദാലിക, ഈ വാർത്ത കേട്ടുകൊണ്ട് സുറൂറൻ കസീറ, ഒരുപാട് സന്തോഷം. സുറ എന്നുള്ളത് പദം മജ്ഹൂലാണ്, അർത്ഥം മഅറൂഫാണ്. ആ ഐറ്റത്തിലുള്ള സിഗകളിൽ പെട്ടതാണത്. വഖാമ ഹുവ വമൻ മഅഹു, അബ്ദുൽ മുത്തലിബും തന്റെ കൂടെയുള്ളവരും ഹിജ്റുൽ ഇസ്മായിലിൽ ഇരുന്നവരും എഴുന്നേറ്റു വന്നു. ഫദഖല അലൈഹ, അങ്ങനെ അവർ ആമിന ബീവിയുടെ മേൽ പ്രവേശിച്ചു. ഫഅഖ്ബറതുഹു, അപ്പോൾ ആമിന ബീബി അബ്ദുൽ മുത്തലിബിനോട് വിവരം പറഞ്ഞു. ബികുല്ലി മാ റഅത്ഹു, അവർ കണ്ട മുഴുവൻ കാര്യം കൊണ്ടും. വമാ ഖീല, അവരോട് പറയപ്പെട്ട ഒന്നുകൊണ്ടും. വമാ ഉമിറത് ബിഹി, അവരോട് കൽപ്പിക്കപ്പെട്ട ഒന്നുകൊണ്ടും. ഈ കുട്ടിയുടെ വിഷയത്തിൽ ആമിന ബീവിയോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ, സ്വപ്നത്തിലൊക്കെ വന്നുകൊണ്ട് പ്രവാചകന്മാര് പറഞ്ഞിരുന്ന വിഷയങ്ങളൊക്കെ. ഫഅഖദഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്, അങ്ങനെ ആ കുട്ടിയെ അബ്ദുൽ മുത്തലിബ് എന്നവര് എടുത്തു. വഅദ്ഖലഹുൽ കഅബത, അങ്ങനെ കുട്ടിയെയും കൊണ്ട് കഅബയിലേക്ക് ബഹുമാനപ്പെട്ടവർ പ്രവേശിച്ചു. ആ കുട്ടിയെ പ്രവേശിപ്പിച്ചു കഅബയിലേക്ക്. വഖാമ ഇൻദഹ, ആ കഅബന്റെ അരികിൽ അബ്ദുൽ മുത്തലിബ് എന്നവർ നിന്നു. യദ്ഉല്ലാഹ, അല്ലാഹു തആലാനോട് ദുആ ചെയ്യുന്നവരായിട്ട്. വയഷ്കുറുഹു, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നവരായിട്ടും. അസ്സവജല്ല, യദ്ഉ എന്നുള്ളതിന്റെ വാവിന് ശേഷം ഒരലിഫേ ഉണ്ടാവുള്ളൂ. അള്ളാഹു എന്നുള്ളതിന്റെ രണ്ടലിഫുണ്ടെങ്കിൽ ഒരലിഫ് ഒഴിവാക്കണം. അലാമ അഅതാഹു, അള്ളാഹു അവർക്ക് കൊടുത്ത ആ ഒന്നിന്റെ മേൽ ശുക്ർ ചെയ്തു.
വറുവിയ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നഹു കാല യൗമ ഇദിൻ ഷേറ. അബ്ദുൽ മുത്തലിബ് ആ കഅബന്റെ അരികിൽ നിന്ന സന്ദർഭത്തിൽ പറഞ്ഞു ഷേറൻ സന്തോഷം കൊണ്ടൊരു പദ്യം. അലാമ എന്നുള്ളിടത്തുള്ള അല ഇല്ലത്തിന്റെ മാനാക്കാണ്, തഅലീലിൻകുള്ളതാണ്. അലി അജലി ഇഅ്താഇഹി ഇയ്യാഹു എന്നർത്ഥം അവിടെ.